ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഭയപ്പെടേണ്ട എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 28 അധ്യായം 10 വാക്യം. യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ദൈനംദിന അപ്പം കുടുംബത്തിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധുരനാമത്തിൽ ഞാൻ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഉയർത്തെഴുന്നേൽപ്പ് ദിന ആശംസകൾ നേരുന്നു. ഭൂമിയിലെ തന്റെ നാളുകളിൽ യേശു ക്രിസ്തു നിരവധി പ്രസംഗങ്ങൾ നടത്തുകയും നിരവധി ആശ്വാസകരമായ വാക്കുകൾ പറയുകയും ചെയ്തു. പലതവണ അവൻ തന്റെ ശിഷ്യന്മാരോടും വിശ്വാസികളോടും പറഞ്ഞു, ഭയപ്പെടേണ്ട. എന്നിരുന്നാലും പുനരുദ്ധാനത്തിനു ശേഷം അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഭയപ്പെടേണ്ട വാക്കുകൾക്ക് ഒരു പ്രത്യേക ശക്തിയും ആശ്വാസവും ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നോക്കൂ. അവൻ മാത്രമാണ് മരണത്തെ ജയിക്കുകയും പാതാളത്തെ ജയിക്കുകയും ചെയ്തത്. അവൻ മാത്രമാണ് ശത്രുവിന്റെ തല തകർത്തത്. ഭയപ്പെടേണ്ട എന്നവൻ പറയുമ്പോൾ മരണത്തെയോ പാതാളത്തെയോ സാത്താനെയോ നാം ഇനി ഭയപ്പെടേണ്ടതില്ല. ലൗകിക നേതാക്കളോ അധികാരികളോ ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ അവരുടെ വാക്കുകളുടെ പ്രയോജനം വളരെ പരിമിതമാണ്. ഏറ്റവും നല്ല സാഹചര്യത്തിൽ അവയ്ക്ക് നമ്മെ ചില ഭൗമിക ഭയങ്ങളിൽ നിന്ന് ഒരു ചെറിയ സമയത്തേക്ക് മോചിപ്പിക്കാൻ കഴിയും. എന്നാൽ അവയ്ക്ക് മനുഷ്യരാശിയെ സാത്താനിൽ നിന്നോ പാതാളത്തിന്റെ ശക്തിയിൽ നിന്നോ മരണത്തിൽ നിന്നോ വിടുവിക്കാൻ കഴിയില്ല. എന്നാൽ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഉയർത്തെഴുന്നേറ്റ രക്ഷകനെ നോക്കൂ. അവൻ ഒരു ശക്തനായ യോദ്ധാവിനെയും ആജ്ഞാപിക്കുന്ന നേതാവിനെയും പോലെ നിൽക്കുന്നു. രാജാക്കന്മാരുടെ രാജാവെന്ന നിലയിൽ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും ഉള്ളതിനാൽ അവൻ പ്രഖ്യാപിക്കുന്നു, ഭയപ്പെടേണ്ട. ആ വാക്കുകളാൽ മുഴുവൻ മനുഷ്യരാശിയെയും യഥാർത്ഥത്തിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന പരമോന്നത അധികാരവും ശക്തിയും കർത്താവായ യേശുവിന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാത്തപ്പോൾ ഒരു വ്യക്തി ഭയപ്പെടുന്നു. അല്ലെങ്കിൽ ദിവ്യശക്തിയോടെ സാഹചര്യങ്ങളെ നേരിടാൻ കഴിയാത്തപ്പോൾ. ശിഷ്യന്മാർക്ക് സംഭവിച്ചത് ഇതാണ്. യേശു ക്രൂശിക്കപ്പെട്ട് മരിച്ചപ്പോൾ എല്ലാം അവസാനിച്ചുവെന്ന് അവർ കരുതി. അവർ പിന്തുടർന്ന രക്ഷകന്റെ വ്യക്തിത്വം പൂർണ്ണമായി മനസ്സിലാക്കാത്തതിനാൽ അവർ അസ്വസ്ഥരും ദുഃഖിതരുമായിരുന്നു. എന്നാൽ യേശു അവരുടെ അടുത്തേക്ക് വന്നു. ഉയർത്തെഴുന്നേറ്റ് കർത്താവായി അവരുടെ മുൻപാകെ നിന്നു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. മുൻപ് യേശു അവരുടെ ഇടയിൽ ഒരു ഭൗതിക ശരീരത്തിൽ ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് അവനൊരു സമയം ഒരു സ്ഥലത്ത് മാത്രമേ സന്നിധനാവാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഇപ്പോൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ അവൻ ആത്മാവിൽ സന്നിഹിതനാണ്. എല്ലായിടത്തും ഒരേ സമയം ഉണ്ടാകാൻ കഴിയും. ലോകമെമ്പാടുമുള്ള ആളുകളെ ഒരേ സമയം അവൻ ആശ്വസിപ്പിക്കാൻ കഴിയും. അത് പകലോ രാത്രിയോ ആകട്ടെ, അവന് നമ്മെ എല്ലായ്പ്പോഴും ശക്തിപ്പെടുത്താനും ആശ്വസിപ്പിക്കാനും കഴിയും. ദൈവമക്കളെ, ഉയർത്തെഴുന്നേറ്റ ജീവനുള്ള കർത്താവ് നിങ്ങളോടൊപ്പമുള്ളതിനാൽ നിങ്ങൾ ഭയമില്ലാതെയും സന്തോഷത്തോടെയും ജീവിക്കൂ. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് പുസ്തകം 1 അധ്യായം 17-18 വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഞാൻ ജീവിക്കുന്നവനാണ്, മരിച്ചവനായിരുന്നു. ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ശമൂവേൽ 1, 2, 3 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 8 അധ്യായം 26 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.